അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ റമദാനിലെ രണ്ടാമത്തെ ദിവസം. റമദാൻ എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ കരിച്ചു കളയുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കരിച്ചു കളയുന്ന മാസം എന്നതാണ് ഈ മാസത്തിൻ്റെ പ്രത്യേകത. വിശുദ്ധ റമദാനിൻ്റെ ധാരാളം പ്രത്യേകതകൾ നമുക്കറിയാവുന്നതാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മായ്ച്ചു കളയും. ജീവിതത്തിൽ വന്നുപോയ മുഴുവൻ പാപങ്ങളും പൊറുക്കുന്നതിന് വേണ്ടി പ്രത്യേകം തയ്യാർ ചെയ്യപ്പെട്ട ഒരു മാസമാണ് വിശുദ്ധ റമദാൻ എന്നുള്ളത്. മൻ സ്വാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. വിശുദ്ധ റമദാനിൽ അള്ളാഹുവിൻ്റെ പ്രീതി കാംക്ഷിച്ചും വിശ്വാസത്തോടെയും ഒരാൾ നോമ്പനുഷ്ഠിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞുപോയ സർവ്വ പാപങ്ങളും, ഈ സെക്കൻഡ് വരെയുള്ള സർവ്വ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുമെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിലൊക്കെ നമുക്ക് അറിയാം, ജയിലിലകപ്പെട്ട് ശിക്ഷകൾക്ക് കാത്തു നിൽക്കുന്നവരുമായ പലർക്കും ചില പ്രത്യേക സമയമാകുമ്പോൾ അവിടുത്തെ ഭരണാധികാരികൾ മാപ്പ് നൽകാറുണ്ട്. അതിനെ പൊതുമാപ്പ് എന്ന രീതിയിലാണ് പ്രഖ്യാപിക്കപ്പെടാറുള്ളത്. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മുഅ്മിനീങ്ങൾക്ക് നൽകിയിട്ടുള്ള പൊതുമാപ്പാണ് വിശുദ്ധ റമദാൻ എന്നുള്ളത്. ആ പൊതുമാപ്പിൽ ഉൾപ്പെടുന്നതിന് ഒരു ചെറിയ നിബന്ധനയുണ്ടെന്ന് മാത്രം. രാഷ്ട്രങ്ങളിൽ പൊതുമാപ്പിന് അർഹരായവർക്ക് അവർ ഒരു അപേക്ഷ കൊടുക്കേണ്ടതുണ്ട്. ആ ലിസ്റ്റിൽപ്പെട്ടവരെ മുഴുവനും നിരുപാധികം വിട്ടയക്കും. ഇതാണ് പൊതുമാപ്പ്. അതുപോലെ തന്നെ വിശുദ്ധ റമദാൻ ഒരാളിലേക്ക് അഗതമാവുകയും അള്ളാഹുവോട് ഹൃദയം അറിഞ്ഞുകൊണ്ട് തൗബ ചെയ്യുകയും ചെയ്താൽ, അഥവാ മാപ്പ് അപേക്ഷിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പാപങ്ങളുടെ എണ്ണം തിരമാലകളുടെ എണ്ണത്തിൻ്റെ കണക്കുണ്ടെങ്കിൽ പോലും മുഴുവനും വിട്ടുപുറത്ത് അവനെ രക്ഷപ്പെടുത്തും, അവനെ സ്വർഗാവകാശിയാക്കും. അത്തരം സ്വർഗാവകാശികളിൽ പെടുന്നതിന് ഈ റമദാനെ ഉപയോഗിക്കുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.